ഖത്തറിൽ നിന്നും അലി, അവിടെ താമസിക്കുന്ന പ്രവാസിയായിട്ടുള്ള അലി നമുക്കൊപ്പം ചേരുകയാണ്. അലി, താങ്കൾ ഈ ഒരു സംഭവത്തിന് സാക്ഷിയാണോ? അവിടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏത് രീതിയിലാണ്? സുരക്ഷിതനാണോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സുരക്ഷിതാണ്. ഞാൻ എന്റെ കൂട്ടുകാരൻ അവിടെ ഓഫീസിലുണ്ട്, അവനെ വിളിച്ച് സംസാരിക്കുന്നു. ഖത്താറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവം നടന്നത്. അവരൊക്കെ ഓഫീസിൽ നിന്ന് ബിൽഡിംഗ് കുലുങ്ങിയിട്ട് ഇറങ്ങി ഓടി, പുറത്തേക്ക് ഇറങ്ങി. ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നോ? ഇല്ലല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഏതാണ്ട് ഖത്തർ സമയം ഒരു 4:45 4:50 സംഭവം ഉണ്ടായത്. അതായത് ഉഗ്രസ്ഫോടനങ്ങൾ കേട്ടിരുന്നു, കറുത്ത പുക ഉയർന്നതായിട്ട് കണ്ടു എന്നുള്ളതാണ് ദൃശ്യങ്ങളിലൊക്കെ അത് വ്യക്തമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? ഇല്ലല്ല, അത്രയും കുറച്ച് ബിൽഡിംഗ് ഒക്കെ എല്ലാം കുലുങ്ങിയിട്ട് ആകെ ഇതായി. എല്ലാവരും ബിൽഡിംഗിൽ നിന്നൊക്കെ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി. എന്റെ ഒരു കൂട്ടുകാരുണ്ട് ഓഫീസിൽ, അവനൊക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടി പുറത്തേക്ക് പോയി. അവരൊക്കെ ആകെ പേടിച്ച്. ഇപ്പോൾ ഇസ്രായേൽ ഈ ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് എങ്കിൽ പോലും ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ ആണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലമാവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തിൽ അത്തരത്തിൽ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ആളുകൾ കൂടുതൽ ആക്രമണം ഉണ്ടാവും സാധ്യതയുണ്ട്. ജനങ്ങളൊക്കെ കൂടുതൽ താമസിക്കുന്ന ഏരിയയാണ്, ഖത്തറികൾ താമസിക്കുന്ന ഏരിയയാണ്. നിലവിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ഏതു രീതിയിലാണ് അധികൃതരുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഇപ്പോൾ? ഞാൻ അത്രയും അറിഞ്ഞില്ല. ഞാൻ കുറച്ച് ദൂരത്തെ, ഞാൻ മൈദർ എന്ന് പറഞ്ഞ ഏരിയത്തിലാണ്. ഞാൻ സംഭവം അറിഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാരനും അവിടെ ഓഫീസുണ്ട്, അവനക്ക് വിളിച്ചു വെച്ചപ്പോൾ അവരിങ്ങനെ പറയത് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി, ഭയങ്കര കുലുക്കുണ്ടായി ബിൽഡിംഗ് ഒക്കെ. അപ്പൊ അവരെ പാനിക്കായിട്ടിരിക്കുകയാണ് നടന്നത്.